PM ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയെന്ന് ബിനോയ് വിശ്വം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് അയച്ച കത്തിലാണ് ഗുരുതരമായ ആരോപണമുള്ളത്. മുന്നണി മര്യാദകൾ CPM ലംഘിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുത്തുവെന്നും ദേശീയ നേതൃത്വം ഗൌരവത്തിൽ കാണണമെന്നും ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. ഷിജോ കുര്യൻ തുടരുന്നുണ്ട്. ഷിജോ, ഈ കത്തിനെ കുറിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു ഡി രാജയ്ക്ക് അയച്ച ഈ കത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അറിയേണ്ടത് എന്തായിരിക്കും CPI ദേശീയ നേതൃത്വം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ്. CPM നേതൃത്വവുമായി സംസാരിക്കുമോ, ചർച്ചകൾ ഉണ്ടാകുമോ, ഇനി ചർച്ചകൾക്ക് സ്കോപ്പ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് മറ്റൊരു ചോദ്യം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് CPI മന്ത്രിമാർ തന്നെ മന്ത്രിസഭയിൽ നിന്ന് വിട്ടുനിൽക്കാമെന്നൊരു കാര്യം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ രാജിവെക്കാം എന്ന് പോലും മന്ത്രിമാർ ഈ പറയുന്ന സെക്രട്ടറി യോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇതിനകത്ത് മന്ത്രിമാർക്ക് ഒട്ടും ചെറുതല്ലാത്ത വലിയ തരത്തിലുള്ള അവഗണനയാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലടക്കം ഉണ്ടായിട്ടുള്ളത്. CPIയുടെ മന്ത്രിമാരെ പൂർണ്ണമായിട്ട് മന്ത്രിസഭയിൽ നിന്ന് അവഗണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ പറയുന്ന അല്ലെങ്കിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങളെ ഒന്ന് മുഖവിലേക്കെടുക്കുക പോലും ചെയ്യുന്നില്ല മന്ത്രിസഭാ യോഗത്തിൽ. അപ്പോൾ അങ്ങേയറ്റം അതൃപ്തിയും അമർഷവും CPIയുടെ മന്ത്രിമാർക്കുണ്ട്. അപ്പോൾ ഇന്ന് ചേർന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ മന്ത്രിമാർ തന്നെ പറയുന്നുണ്ട്, പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ രാജിവെക്കാം, മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാം എന്നുള്ള കാര്യങ്ങൾ പോലും CPI മന്ത്രിമാർ സെക്രട്ടറി യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് LDF കൺവീനർക്കും മുഖ്യമന്ത്രിക്കും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കത്ത് കൊടുക്കും. അതായത് ഇതിനകത്ത് PM ശ്രീ പദ്ധതിയിൽ എന്തുകൊണ്ട് ഒപ്പുവെച്ചു, ആ ഒപ്പുവെക്കാനുണ്ടായ സാഹചര്യം എന്താണ്, അപ്പോൾ അത് നേരത്തെ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ, എന്ത് സാഹചര്യത്തിലാണ് PM ശ്രീ പദ്ധതിയിൽ മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഒപ്പിട്ടു, അപ്പോൾ ആ കാര്യങ്ങളടക്കം കൃത്യമായിട്ട് വിശദീകരിക്കണം, ആ കാര്യങ്ങൾ CPIയെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം LDF കൺവീനർക്കും മുഖ്യമന്ത്രിക്കും കത്ത് കൊടുക്കും. CPIയുടെ ദേശീയ നേതൃത്വം ഡി രാജ MA ബേബിയുമായിട്ട് ആശയവിനിമയം നടത്തും. അങ്ങനെ അത്തരത്തിൽ സംസ്ഥാനത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ഈ വിഷയം സജീവമായി ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് CPIക്കുണ്ടായിട്ടുള്ള എല്ലാ അതൃപ്തിയും പൂർണ്ണമായിട്ട് ദേശീയ നേതൃത്വം കൂടി ഇടപെട്ടുകൊണ്ട് പരിഹരിക്കണം എന്നുള്ള കാര്യത്തിലേക്കാണ് CPIയുടെ സെക്രട്ടറി യോഗം പോയിട്ടുള്ളത്. എന്തായാലും CPI സെക്രട്ടറി യോഗത്തിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും അന്തിമമായിട്ടുള്ള തീരുമാനം കൊടുക്കുക, അതിന് പൂർണ്ണമായിട്ട് അംഗീകാരം കൊടുക്കുക ഈ മാസം 27-ാം തീയതി ആലപ്പുഴയിൽ ചേരുന്ന CPI എക്സിക്യൂട്ടീവ് ആയിരിക്കും. എന്തൊക്കെ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്, എന്താണ് CPIയുടെ നിലപാട്, PM ശ്രീ വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാടിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ വൈകിട്ട് 5 മണിക്ക് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുമ്പോൾ വിശദീകരിക്കും. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം 1 ഇഞ്ച് ഇതിനകത്ത് പിന്നോട്ട് പോയിട്ടില്ല CPI എന്നുള്ളത് തന്നെയാണ്. CPI നിലപാട് കടുപ്പിക്കുകയാണ്. CPIക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള അവഗണന ഇതിനകത്ത് കൂടി പരിഹരിക്കപ്പെടണം. ഇത് ഞങ്ങളെ ഇതിനകത്ത് മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായിട്ടുള്ള ഞങ്ങളെ കൂടി അംഗീകരിക്കണം, ഞങ്ങളെ മുഖവിലേക്കെടുക്കണം എന്നുള്ള കാര്യം CPI ആവർത്തിച്ച് പറയുകയാണ്. പല വിഷയങ്ങളിലും CPIയെ അവഗണിച്ച് മുന്നോട്ട് പോയിട്ടുള്ള CPM നേതൃത്വത്തിന് ഇവിടെ അങ്ങനെ പറ്റില്ല. പ്രത്യേകിച്ച് LDF കൺവീനർക്കും മുഖ്യമന്ത്രിക്കും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കത്ത് കൊടുക്കുന്നതിലൂടെ മറുപടി പറയേണ്ട ബാധ്യതയുണ്ടാകും. അവിടെ CPIക്ക് വിശദീകരണം നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ CPIക്ക് ലഭിക്കുന്ന വിശദീകരണം CPI ആ വിശദീകരണം കൂടി കേട്ടുകൊണ്ടായിരിക്കും ഒരു തീരുമാനമെടുക്കുക. എന്തായാലും രാജിക്ക് വരെ മന്ത്രിമാർ തയ്യാറായി എന്ന് പറയുന്നതിനകത്ത് ഉണ്ട് CPIയുടെ നിലപാട് എന്താണ് എന്നുള്ളത്. ഞങ്ങൾ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് പാർട്ടി നേതൃത്വത്തെ മന്ത്രിമാർ അറിയിക്കുന്നു. പാർട്ടി പറഞ്ഞാൽ ഞങ്ങൾ രാജിവെക്കാം, മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കാം, അതിന് പാർട്ടി പറയണം. അപ്പോൾ പാർട്ടിയുടെ തീരുമാനം എന്താണ്, CPIയുടെ തീരുമാനം എന്താണ്, CPI എന്ത് പറയുന്നു അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് മന്ത്രിമാർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ കാര്യത്തിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള ചിത്രം തെളിയുക ഈ മാസം 27-ാം തീയതി ആലപ്പുഴയിൽ ചേരുന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷമായിരിക്കും. എന്തായാലും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദേശീയ സെക്രട്ടറി ഡി രാജയെ അറിയിച്ചിട്ടുണ്ട്. CPIയുടെയും CPMന്റെയും മുന്നണി സംവിധാനത്തെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകൾ ഏകപക്ഷീയമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇതിനകത്ത് തീരുമാനമെടുത്തു. അത് എങ്ങനെ, എന്തുകൊണ്ടെടുത്തു, ആ കാര്യങ്ങളിലൊക്കെ ഒരു മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ആയതിനാൽ അതിനകത്ത് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അതുമായി ബന്ധപ്പെട്ടുണ്ടാകണം. അതിനെ ദേശീയ നേതൃത്വം കൃത്യമായിട്ട് ഗൗരവത്തിൽ കാണണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് CPIയെ CPM എങ്ങനെ അനുനയിപ്പിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അല്പസമയത്തിനകം ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട്, MP ഗോവിന്ദന്റെ വാർത്താ സമ്മേളനമുണ്ട്. അതിനകത്ത് MP ഗോവിന്ദൻ എന്ത് പറയുന്നു എന്നുള്ളത് ബിനോയ് വിശ്വൻ നോക്കും. അതിനുശേഷമായിരിക്കും ശിവൻകുട്ടിയുടെ അടക്കം വാർത്താ സമ്മേളനത്തിൽ ശിവൻകുട്ടി എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു അതെല്ലാം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഒരുപക്ഷേ ബിനോയ് വിശ്വം CPIയുടെ കാര്യങ്ങൾ കൂടി പറയുക. എന്തായാലും നിലപാടിൽ 1 ഇഞ്ച് മാറ്റമില്ല. നിലപാട് എന്തായിരുന്നു ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നത് അത് തന്നെ ഇപ്പോഴും ആവർത്തിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് CPI വൃത്തങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. എന്തായാലും തീരുമാനങ്ങൾ 5 മണിക്ക് ബിനോയ് വിശ്വം മാധ്യമങ്ങളെ അറിയിക്കും.
27-ാം തീയതി ചേരുന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നിർണായകമാണ്. PMC പദ്ധതിയിൽ ഒപ്പിട്ടതിൽ നിന്ന് പിന്നോട്ട് പോകാതെ CPI ഒരു തരത്തിലും അയയില്ല എന്നുള്ള കാര്യങ്ങൾ CPI ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. അമൃത. ശരി, PR അരവിന്ദ് കൂടി തുടരുന്നുണ്ട്. അരവിന്ദ്, ഇപ്പോൾ ഷിജോ സൂചിപ്പിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ രാജിക്ക് പോലും തയ്യാറാണ് എന്ന് CPI മന്ത്രിമാർ ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ദേശീയ നേതൃത്വം വിഷയത്തിൽ ഏത് രീതിയിൽ ഇടപെടുമെന്ന് തന്നെയാണ്.